തീവ്രവാദികൾ ഇപ്പോഴും സൗത്ത് കാശ്മീരിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ്? ഏപ്രിൽ 22-ന് നടന്ന പേൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ തീവ്രവാദികൾ ഇപ്പോഴും ഒളിവിലാണ്. അവർ ഇപ്പോഴും തെക്കൻ കാശ്മീരിലെ ഇടതൂർന്ന വനങ്ങളിൽ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. പ്രദേശത്തെ ഭൂപ്രകൃതി അവർക്ക് കൂടുതൽ അനുകൂലമായിക്കൊണ്ടിരിക്കുന്നു. ഇത് സുരക്ഷാ സേനയ്ക്ക് അവരെ പിടികൂടുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. പേൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിലെ ഭീകരർക്കായി തിരച്ചിൽ രാപ്പകലില്ലാതെ തുടരുകയാണ് ഇന്ത്യ. ആക്രമണത്തിൽ കുറഞ്ഞത് 2 പാകിസ്ഥാൻ പൗരന്മാരും ഒരു സൗത്ത് കാശ്മീരിലെ നിവാസിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു. 4മതൊരാൾ കൂടി സമീപത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ ഏജൻസികൾ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഈ ഭീകരർ പ്രദേശത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പേൽഗാം ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഏപ്രിൽ 22-ന് നടന്ന ഭീകരാക്രമണത്തിന് കുറഞ്ഞത് 2 ദിവസം മുമ്പെങ്കിലും പേൽഗാമിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ ബൈസരൻ താഴ്വരയിൽ പേൽഗാം ഭീകരർ ഉണ്ടായിരുന്നു. അറ്റാക്കിന് ശേഷം ഓവർഗ്രൗണ്ട് വർക്കർമാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അരു വാലി, ബെത്ത വാലി, ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയുൾപ്പെടെയുള്ള 3 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഭീകരർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. എന്നാൽ ഉയർന്ന സുരക്ഷയുള്ളതിനാൽ ഭീകരർ ഈ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടില്ല എന്നാണ് NIA വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുള്ളത്. പകരം അവർ ബൈസരൻ തിരഞ്ഞെടുത്തു. ബൈസരൻ ഒരു പോണി റൈഡിലോ അല്ലെങ്കിൽ കാൽനടയായോ മാത്രം എത്തിച്ചേരാവുന്ന സ്ഥലമായിരുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം 2 തീവ്രവാദികൾ പ്രധാന ഗേറ്റിലൂടെ പുൽമേടിലേക്ക് പ്രവേശിച്ചു. ഒരാൾ എക്സിറ്റിലായിരുന്നു. 4മത്തെ ആൾ പിന്തുണ നൽകുന്നതിനായി ചുറ്റുമുള്ള പൈൻ വനത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. മനോഹരമായ പുൽമേട്ടിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ ഇവരിൽ 3 ഭീകരർ വെടിയുതിർത്തു. എക്സിറ്റ് ഗേറ്റിന് സമീപം ആദ്യമായി വെടിയുതിർത്തു. വെടിയൊച്ചകൾ കേട്ട് പരിഭ്രാന്തരായ വിനോദസഞ്ചാരികൾ എൻട്രി ഗേറ്റിലേക്ക് പാഞ്ഞു. അവിടെ വെച്ച് മറ്റ് 2 ഭീകരരും വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സിം കാർഡ് ആവശ്യമില്ലാത്തതും അതുപോലെ ഷോർട്ട് റേഞ്ച് എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് അനുവദിക്കുന്നതിനുമായി നൂതന ആശയവിനിമയ ഉപകരണങ്ങൾ ഭീകരരുടെ കൈവശം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. സുരക്ഷാ സേനയുടെ റഡാറിൽ നിന്ന് രക്ഷപ്പെടാനായി ഇവർ 3 ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചിരിക്കാം എന്നും പറയുന്നു. പേൽഗാമിൽ ആക്രമണം നടത്തിയവർ ഇപ്പോഴും സൗത്ത് കാശ്മീരിലാണെന്നും അവർക്ക് ജീവിക്കാൻ സൗകര്യമുണ്ടെന്നും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും വഹിച്ചുകൊണ്ട് സ്വയം പര്യാപ്തരായതിനാൽ തീവ്രവാദികൾക്ക് ഇടതൂർന്ന വനങ്ങളിൽ ഒളിച്ചിരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് പുറത്തു നിന്നുള്ള സഹായമൊന്നുമില്ലാതെ തന്നെ ദീർഘകാലം വനപ്രദേശത്ത് തുടരാൻ അവരെ അനുവദിക്കുന്നു. ഇനിയുള്ള ചോദ്യം, ഈ ഭീകരരെ പിടികൂടാൻ എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്? ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾ ഇപ്പോഴും കാണാപ്പുറത്താണ്. പൈൻ മരങ്ങൾ നിറഞ്ഞ നിബിഡ വനം അരിച്ചു പറക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കാനും കൊടും കാടുകളിൽ പോലും ഏറ്റുമുട്ടൽ നടത്താനും പരിചയസമ്പന്നരാണിവർ. ഈ ഭൂപ്രദേശത്തെക്കുറിച്ചും ഇവിടുത്തെ കാടുകളെക്കുറിച്ചും അവർക്ക് കൃത്യമായ ധാരണയുമുണ്ട്. കഴിഞ്ഞ 4 വർഷമായി കാടുകളിൽ ഏറ്റുമുട്ടൽ നടത്താൻ പരിശീലനം നേടിയ പാകിസ്ഥാൻ പൗരന്മാർ നൂതന റൈഫിളുകളും ആശയവിനിമയ ഉപകരണങ്ങളുമായി ജമ്മു കാശ്മീരിൽ ഭീകരത പടർത്തുന്നുണ്ട്. 3 പതിറ്റാണ്ടിലേറെയായി ഭീകരതയ്ക്കെതിരെ പോരാടുകയാണ് ഇന്ത്യ. കഴിഞ്ഞ 2 വർഷമായി ഈ ഭീകരർക്ക് സൈനിക പരിശീലനം ഉണ്ടെന്നും US നിർമ്മിത റൈഫിളുകൾ കൈവശം വെച്ചിട്ടുണ്ടെന്നും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും സ്റ്റീൽ ബുള്ളറ്റുകളും കൈവശം വെച്ചിട്ടുണ്ടെന്നും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒപ്പം അവരുടെ പരിശീലനവും ആയുധങ്ങളും കണക്കിലെടുക്കുമ്പോൾ അവരിൽ പാകിസ്ഥാൻ ആർമി റെഗുലർമാരുടെയോ വിരമിച്ച കമ്മീഷൻഡ് ഓഫീസർമാരുടെയോ സാന്നിധ്യവും തള്ളിക്കളയാനാവില്ല എന്നും അദ്ദേഹം പറയുന്നു. ഈ തീവ്രവാദികൾ 3 മുതൽ 4 പേരടങ്ങുന്ന ഒരു സംഘമായാണ് നീങ്ങുന്നത്. കുറഞ്ഞത് ഒരംഗമെങ്കിലും അമേരിക്കൻ നിർമ്മിത M4 കാർബൈൻ വഹിക്കും. ഭാരം കുറഞ്ഞ ഈ അസോൾട്ട് റൈഫിളിന് 1 മിനിറ്റിൽ ഏകദേശം 900 റൗണ്ട് വെടിയുതിർക്കാൻ കഴിയും. ജമ്മുവിലെ കതുവ മുതൽ താഴ്വരയിലെ തെക്കൻ കാശ്മീർ വരെ ഇടതൂർന്ന വനപ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. ഭീകരർ ഈ ഭൂപ്രകൃതിയെ അവർക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ വനങ്ങൾ വളരെ ഇടതൂർന്നതിനാൽ ചില സ്ഥലങ്ങളിൽ വിസിബിലിറ്റി 10 മീറ്ററിൽ താഴെയാണ്. പേൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട പാകിസ്ഥാൻ ഭീകരരിൽ ഒരാളായ ഹാഷിം മൂസ എന്ന സുലൈമാൻ ഉയർന്ന പരിശീലനം നേടിയതും കാട്ടിൽ അതിജീവിക്കാൻ സമർത്ഥനുമാണ്. ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ തീവ്രവാദികൾ അവരുടെ ആക്രമണം വിശദമായി ആസൂത്രണം ചെയ്യുന്നു. മാസങ്ങളോളം ആസൂത്രണം ചെയ്യുന്നു. ആക്രമണത്തിന് മുമ്പ് രഹസ്യാന്വേഷണം നടത്തുന്നു. രക്ഷപ്പെടാനുള്ള വഴികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നു. ബൈസരൻ ആക്രമണം ഉദാഹരണമായി എടുത്ത് അദ്ദേഹം ചില വിശദീകരണങ്ങളും നൽകി. സേനയുടെ പ്രതികരണ സമയം ഭീകരർ കണക്കാക്കിയിരുന്നതായി തോന്നുന്നു. കാൽനടയായി സഞ്ചരിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിന് 1 മണിക്കൂറോളം സമയവുമെടുക്കും. അങ്ങനെ വ്യക്തമായ പ്ലാനിംഗ്. പേൽഗാം ആക്രമണകാരികൾ അനന്ത്നാഗിന്റെ മുകൾ ഭാഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നതായി സംശയിക്കപ്പെടുന്നു. ഈ കുറ്റവാളികളെ പിടികൂടാൻ സാങ്കേതിക തെളിവുകളും പ്രാദേശിക സഹായവും ഉപയോഗിച്ച് ജമ്മു കാശ്മീർ പോലീസ് ശ്രമം തുടരുകയാണ്.